ശാലോം ടി വി പ്രേക്ഷകർക്കെല്ലാം മംഗളവാർത്താ കാലത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. രക്ഷകനായ യേശുവിൻ്റെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ ആഗമന കാലത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു തിരുനാൾ കടന്നു വരുന്നുണ്ട്. ഡിസംബർ 3 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട ദിവസം. ആ തിരുനാൾ നാം ആഗോള സഭയിൽ ആഘോഷിക്കുകയാണ് വലിയ സന്തോഷത്തോടെ. വലിയൊരു പ്രേക്ഷിതൻ്റെ, വലിയൊരു മിഷനറി, വലിയൊരു സന്യാസി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിത കഥയാണ് നാം ഇന്ന് ധ്യാനിക്കുക. എവിടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചത്? സ്പെയിനിൽ. 1506 ഏപ്രിൽ 7 സ്പെയിനിലാണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത പഠനത്തിനായി പാരീസിലേക്ക് പോയി 19-ാമത്തെ വയസ്സിൽ. അവിടെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പഠിച്ചു. ഈ കാലഘട്ടത്തിൽ ആത്മീയമായിട്ടുള്ള ചിന്തകളിലേക്ക് അദ്ദേഹം കടന്നു വന്നിരുന്നു. ഉത്തമരായിട്ടുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുടെ സ്വാധീനം വിശുദ്ധ ഫ്രാൻസിസിനെ വളരെയധികം മാനസികമായിട്ട് വളർത്തിയിരുന്നു. ആ അവസരത്തിലാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, ഈശോ സഭയുടെ സ്ഥാപകൻ, കണ്ടുമുട്ടുന്നത്. തൻ്റെ പഠനത്തിന് ശേഷം പാരീസിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുവാൻ, നല്ലൊരു അധ്യാപകനായിട്ട് പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് കൂടുതലായിട്ട് ആധ്യാത്മികമായിട്ട് വളരുവാൻ, ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പതുക്കെ പോകുവാൻ ആരംഭിച്ചു, തൻ്റെ സുഹൃത്തുക്കളുടെ സ്വാധീനം കൊണ്ട്. എന്നാൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഈശോ സഭ സ്ഥാപിക്കുന്നതിന് വേണ്ടി സുഹൃത്തുക്കളോടൊപ്പം ഉള്ള ആലോചന നടക്കുന്നൊരു സമയമായിരുന്നു. ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കണം. ആദ് മയോരം ദൈ ഗ്ലോറിയ, എല്ലാം ദൈവമഹത്വത്തിന് വലിയ മുദ്രാവാക്യം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള സ്വീകരിച്ചിരുന്നു. ദൈവമഹത്വത്തിനായിട്ട് ഈ ലോകത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച്, നശ്വരമാണ് ഈ ലോകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹ്രസ്വമായ ഈ ലോകത്തിൽ പൂർണ്ണമായിട്ട് നിമഗ്നരാകാതെ സ്വർഗീയ ജെറൂസലമിൽ നമ്മെ കാത്തിരിക്കുന്ന മാലാഖമാരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരുപോലെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ നിരന്തരമായ സമ്പർക്കം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഒരു മിഷനറി ആകുവാനുള്ള താല്പര്യം അദ്ദേഹത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന ഈശോയുടെ വാക്കുകൾ വിശുദ്ധ ഇഗ്നേഷ്യസ് തൻ്റെ സതീർത്ഥ്യനോട് ആവർത്തിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം അദ്ദേഹത്തിൽ മാനസാന്തരമുണ്ടാക്കുകയാണ്. ഉന്നതമായ സ്ഥാനം, ധാരാളം പണം, സുഖസൗകര്യങ്ങൾ, എന്നാൽ എല്ലാം ഈശോയ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പ്രയോജനം? ഈശോയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും സ്വാധീനിച്ചു. അദ്ദേഹം അവിടെ നിന്ന് 1534 വെനീസിലേക്ക് പോവുകയാണ്. വെനീസിൽ അദ്ദേഹം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ പ്രത്യേകമായ സ്വാധീനം. വെനീസിൽ അവർ ഒരുമിച്ച് പ്രത്യേകമായിട്ട് ആ ക്രിസ്തു സ്നേഹത്തിൽ ആകൃഷ്ടരായി ശുശ്രൂഷകൾ ആരംഭിച്ചു. ഹോസ്പിറ്റലുകളിൽ ശുശ്രൂഷ ആവശ്യമുള്ള പാവപ്പെട്ടവരുടെ ഇടയിൽ അവർ പ്രവർത്തിച്ചു. ഈ അവസരത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള റോമിൽ എത്തുകയും അവിടെ ഈശോ സഭ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അവിടെ ആരംഭിച്ചു. 1537 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വൈദികനായി തൻ്റെ ഹ്രസ്വമായ പരിശീലനത്തിന് ശേഷം. തുടർന്ന് 1539 7 സുഹൃത്തുക്കളോടൊപ്പം
വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഈശോ സഭ എന്ന സന്യാസ സമൂഹം ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തി. അതിലൊരാളായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ആദ്യത്തെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ നിയമ സംഹിതയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിൽ വിശുദ്ധ ഫ്രാൻസിസിനും വലിയ പങ്കുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ധാരാളം മിഷണറിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. 1540 പോർച്ചുഗൽ രാജാവ് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് മിഷണറിമാരെ ആവശ്യമുണ്ടെന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയോട് ആവശ്യപ്പെട്ടു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള തൻ്റെ സുഹൃത്തുക്കളോട് രാജാവിൻ്റെ അഭ്യർത്ഥനയെക്കുറിച്ച് പങ്കുവെക്കുകയും രണ്ടുപേരെ അതിനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ ആ നിയോഗിക്കപ്പെട്ടവർക്ക് കൃത്യസമയത്ത് യാത്ര പുറപ്പെടുവാൻ സാധിച്ചില്ല, കാരണം രോഗമായിരുന്നു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ഇഗ്നേഷ്യസിനോട് പറഞ്ഞു, ഇന്ത്യയിലേക്ക് ഞാൻ പോകാം, സുവിശേഷം പ്രഘോഷിക്കാം. അങ്ങനെ പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ദൗത്യം മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ദൗത്യം ആരംഭിച്ചു. യാത്ര സ്പെയിനിൽ പോർച്ചുഗലിലേക്ക് എത്തി, യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. 13 മാസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം പോർച്ചുഗലിൽ നിന്ന് യാത്ര തിരിച്ച് 13 മാസങ്ങൾ കഴിഞ്ഞ് 1542 ജൂൺ 6-ാം തീയതി ഗോവയിലെത്തി. 13 മാസം കപ്പൽ യാത്രയുണ്ടായിരുന്നു. അത് വലിയ ദുർഘടം പിടിച്ച യാത്രയായിരുന്നു എന്ന് തൻ്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തിൽ സൂചിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദീർഘമായ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഗോവയിലെത്തുകയാണ്. ഗോവയിലെത്തുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. 1533 ഗോവ രൂപത തന്നെ ആരംഭിച്ചു. 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുന്നത്, കേരളത്തിൽ. അദ്ദേഹത്തോടൊപ്പം മിഷണറിമാരുണ്ടായിരുന്നു. തുടർന്ന് ഇന്ത്യയിലേക്ക്, ഈസ്റ്റ് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴി കപ്പൽ യാത്രക്കാർക്ക്, യൂറോപ്പിലുള്ള കപ്പൽ യാത്രക്കാർക്ക് മനസ്സിലായപ്പോൾ അതിലൂടെ ധാരാളം മിഷണറിമാർ വന്നു. പോർച്ചുഗലിൽ നിന്ന് ധാരാളം ആളുകൾ പട്ടാളക്കാരായും മറ്റ് ജോലിക്കാരായും ഗോവയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഈ അവസരത്തിൽ തന്നെ പോർച്ചുഗലിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് ഗോവയിലേക്ക് കൊണ്ടുവന്ന് ഗോവൻ തീരങ്ങളിൽ ഇറക്കി വിട്ടിരുന്നു. അപ്പോൾ ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 1542 വരുമ്പോൾ ധാരാളം ആളുകളുണ്ടായിരുന്നു. പോർച്ചുഗലിൽ നിന്ന് വന്നവർ, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ, മിഷണറിമാർ, അവർ മാമോദീസ നൽകിയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സമൂഹമുണ്ടായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിനെ രാജാവ് ഗോവയിലേക്ക് അയക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഇവിടെ വന്നിട്ടുള്ള പോർച്ചുഗീസുകാർ ദുർമാതൃകയായിരുന്നു ഇവിടെയുള്ള ആളുകൾക്ക് നൽകിയിരുന്നത്. അവർ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരെ മാനസാന്തരപ്പെടുത്തുന്നതിന്, അവരുടെ ഇടയിൽ ആത്മീയമായിട്ടുള്ള ചൈതന്യം ഉളവാക്കുന്നതിന്, അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധൻ ഇന്ത്യയിലെത്തുക. എന്നാൽ ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. വലിയൊരു മിഷണറിയായിട്ട് അദ്ദേഹം ഗോവയിൽ തൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. അദ്ദേഹം പോർച്ചുഗലിൽ നിന്ന് വന്ന യൂറോപ്യൻസിനോട് മാത്രമല്ല സുവിശേഷം പ്രഘോഷിച്ചത്, കടൽ തീരത്ത് കണ്ടുമുട്ടുന്ന എല്ലാവരോടും സുവിശേഷം പ്രഘോഷിച്ചു. അദ്ദേഹം മണിയടിക്കുമായിരുന്നു. മണിയടിച്ച് തീരത്തുകൂടെ നടക്കും. അപ്പോൾ ധാരാളം കുട്ടികൾ വരും. കുട്ടികളെ ഒരുമിച്ച് തൊട്ടടുത്തുള്ള പള്ളിയിൽ കൊണ്ടുപോയി ക്രിസ്തു സുവിശേഷം അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നതിന് പ്രത്യേകമായ രീതി വിശുദ്ധ ഫ്രാൻസിസ് സ്വീകരിച്ചിരുന്നു. കുട്ടികൾക്ക് എളുപ്പം ഏതാണ് പാഠങ്ങൾ പഠിക്കുന്നതിന് പാട്ട്, ക്രിസ്തു സംഭവങ്ങൾ, ക്രിസ്തു കഥകൾ, ഈശോ പറഞ്ഞ ഉപമകൾ ഗാനത്തിൻ്റെ രൂപത്തിൽ തയ്യാറാക്കി കുട്ടികളെ മനോഹരമായി അദ്ദേഹം അത് പഠിപ്പിച്ചു.
കുട്ടികൾ വീട്ടിൽ പോയി മാതാപിതാക്കളോട് അതേക്കുറിച്ച് പറഞ്ഞു. കുട്ടികൾ മിഷണറിമാരായി തീർന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കുട്ടികളായിരുന്നു. അവരായിരുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിന് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. തുടർന്ന് അദ്ദേഹം ഗോവയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇന്ത്യയിൽ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ബോംബെ മുതലുള്ള സ്ഥലങ്ങളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും കടൽ തീരത്ത് കേന്ദ്രമാക്കി തീരപ്രദേശങ്ങളിലൂടെ അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു. കേരളത്തിലും അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുവാൻ എത്തിയിരുന്നു എന്നുള്ളത് ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ തുറന്നു കിട്ടിയപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കും സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി യാത്ര തിരിച്ചു. സിലോൺ, ഇന്തോനേഷ്യ, മലേഷ്യ, ജപ്പാൻ, ചൈന, ഫിലിപ്പീൻസിലും സുവിശേഷം പ്രസംഗിച്ചു എന്ന ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ചരിത്രകാരന്മാർ പൂർണ്ണമായിട്ട് അത് അംഗീകരിച്ചില്ല. അദ്ദേഹത്തെ ഭാരതത്തിലേക്ക് അയക്കുന്നത് ഈസ്റ്റ് ഇന്ത്യയുടെ അപ്പസ്തോലിക് നൂൻഷ്യോ ആയിട്ടാണ്. അതിനുള്ള നിയമനപത്രം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നത് കൊണ്ട് ജപ്പാനിലും ചൈനയിലും മറ്റ് രാജ്യങ്ങളിലും പ്രവേശനം വളരെ എളുപ്പമായിരുന്നു. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരമുണ്ടല്ലോ. തൻ്റെ ജീവിതത്തിൽ വിവിധ സ്ഥലങ്ങളിലൂടെ 42 മുതൽ 1552 വരെ അദ്ദേഹം വലിയ പ്രേക്ഷിത യാത്ര, 10 വർഷത്തെ വലിയ ശുശ്രൂഷ അദ്ദേഹം ചെയ്തു. വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു. 1552 ഡിസംബർ 3-ാം തീയതി ചൈനയിലെ ഒരു ദ്വീപിൽ അദ്ദേഹം പ്രത്യേകമായ സാഹചര്യത്തിൽ അസുഖം ബാധിതനായി നിത്യതയിലേക്ക് വിളിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ തന്നെ സംസ്കരിച്ചു. എന്നാൽ അടുത്ത വർഷം 1553 അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഗോവയിലേക്ക് കൊണ്ടുവരുവാൻ സെമിത്തേരിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പരിശ്രമിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അത് അഴുകിയിരുന്നില്ല. അതവരെ അത്ഭുതപ്പെടുത്തി. അഴുകാത്ത ആ ശരീരം ഗോവയിലേക്ക് കൊണ്ടുവന്ന് 1553 ഗോവയിൽ സംസ്കരിച്ചു. എന്നാൽ പിന്നീട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരം മനോഹരമായിട്ടുള്ള ഒരു പേടകത്തിൽ 1663 ഒരു വെള്ളിപ്പണിക്കാരൻ്റെ പ്രത്യേക നിർദ്ദേശത്തോടു കൂടി 34 അത്ഭുതങ്ങൾ, വിശുദ്ധൻ്റെ ജീവിതത്തിലെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു ചേർത്ത് വെച്ച ഒരു പെട്ടി നിർമ്മിക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ അഴുകാത്ത ഭൗതിക ശരീരം സൂക്ഷിക്കുകയും ചെയ്തു. ആ ശരീരത്തിൽ നിന്ന് അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ച 30,000-ലധികം ആളുകൾക്ക് മാമോദീസ നൽകിയ ആ കൈ, വലത് കൈരം അടർത്തി മാറ്റി റോമിൽ ഈശോ സഭയുടെ ആസ്ഥാനത്ത് സൂക്ഷിക്കുകയാണ് ചെയ്തത്. വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ്. താൻ ജീവിച്ചിരുന്ന കാലത്ത് 10 വർഷം, വളരെ ഹ്രസ്വമായിട്ടുള്ള കാലഘട്ടമല്ലേ 10 വർഷം. വെറും 46 വയസ്സ് വരെ ജീവിച്ചൊരു മിഷണറി. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കഴിഞ്ഞാൽ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ സുവിശേഷം പ്രഘോഷിച്ച മറ്റൊരു മിഷണറി ഇല്ല എന്ന് സഭ വിലയിരുത്തുകയാണ്. വെറും 10 വർഷം, 46 വയസ്സ് വരെ. യാത്രാ സൗകര്യം വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടം. കപ്പൽ യാത്ര മാത്രമായിരുന്നു പ്രധാന ഗതാഗത മാർഗം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വരികയും ഈസ്റ്റ് ഇന്ത്യയിലെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. അദ്ദേഹം ഈ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ വേണ്ടി സ്പെയിനിലേക്ക് തിരിച്ചു പോയില്ല എന്ന് പറയുമ്പോൾ ആ മിഷനറിയുടെ ആത്മാർത്ഥത, സമർപ്പണം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കുമല്ലോ. ഇവിടെ വന്ന ധാരാളം മിഷണറിമാർ തിരികെ നാട്ടിലേക്ക് പോയത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്കോഡ ഗാമ തന്നെ
3 പ്രാവശ്യം ഇന്ത്യയിലേക്ക് കടന്നു വന്നില്ലേ? അദ്ദേഹം ഇവിടെ വന്ന് തിരികെ പോയി. യാത്രാ സൗകര്യം അന്നും ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരികെ പോകാമായിരുന്നു. എന്നാൽ ഒരു യഥാർത്ഥ മിഷനറിക്ക് ഒരിക്കലും തിരികെ പോകാൻ സാധിക്കുകയില്ല. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം എന്ന ഈശോയുടെ വാക്കുകൾ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ആലേഖനം ചെയ്യപ്പെടുമ്പോൾ, അത് തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടപ്പോൾ പിന്നെ ഈ ലോകത്തോട് എന്ത് താല്പര്യം? തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിരുന്നു. ആ അത്ഭുതങ്ങൾ അദ്ദേഹത്തെ അടക്കിയിട്ടുള്ള ആ പേടകത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 34 വെള്ളിത്തകിടുകളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചു, കടലിനെ ശാന്തമാക്കി, ഉപ്പുരസമുള്ള കടൽ വെള്ളം ശുദ്ധജലമാക്കി തീർത്തു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മുറിവുകളുണ്ടായിരുന്ന കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, കാറ്റിനെ ശാന്തമാക്കി, കടലിൽ നഷ്ടപ്പെട്ടു പോയ കുരിശ് ഞണ്ടിൻ്റെ സഹായത്തോടെ വീണ്ടെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മരിച്ചവരെ അദ്ദേഹം ഉയർപ്പിച്ചു. വലിയ ഉന്നത സ്ഥാനത്തിലുള്ളവരെ മാനസാന്തരപ്പെടുത്തി. പാപത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ വളരെ എളുപ്പത്തിൽ ഒരു നോട്ടം കൊണ്ട് അദ്ദേഹം മാനസാന്തരപ്പെടുത്തി. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന 34 സംഭവങ്ങളാണ് തൻ്റെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിരിക്കുന്ന പേടകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചരിത്രപരമായി അദ്ദേഹം എന്തൊക്കെ ചെയ്തു, എത്ര സ്വാധീനമുണ്ടായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് മിഷണറി ആയിരുന്നെങ്കിൽ അദ്ദേഹം ധാരാളം അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വെറും 10 വർഷം മിഷണറിയായി ജീവിച്ചു. ധാരാളം രാജ്യങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിച്ചു. ഒരിക്കൽ പോലും വീട്ടിലേക്ക് തിരികെ പോയില്ല. എന്തായിരുന്നു ആ മിഷണറിയുടെ ചൈതന്യം? അത് ഈശോ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. ഓരോ വിശ്വാസിയും ഒരു മിഷണറിയാണ്. തനിക്ക് കിട്ടിയിരിക്കുന്ന വലിയ വിശ്വാസം അത് ഒരു പെട്ടിയിൽ അടക്കി സൂക്ഷിക്കേണ്ടതല്ല. എൻ്റെ തന്നെ ജീവിത സൗകര്യങ്ങൾ, ഭൗതിക ജീവിത സൗകര്യങ്ങളിൽ മൂടി വെക്കേണ്ടതല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കുകയില്ലല്ലോ എന്ന ഈശോയുടെ സന്ദേശം, ഈശോയുടെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നില്ലേ തൻ്റെ അപ്പസ്തോലന്മാരോട്, തൻ്റെ ശിഷ്യരോട് ഈശോ അവസാനമായി പറഞ്ഞ വാക്കുകൾ? നിങ്ങൾ എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുക. എല്ലാ ജനതകളെയും നിങ്ങൾ മാനസാന്തരപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. വിശുദ്ധ ഫ്രാൻസിസ് ഈശോയുടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയും പൂർണ്ണമായി അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഈശോയുടെ വാക്കുകൾ അത് ഓരോ വിശ്വാസിയും ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതാണ്. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ദൗത്യമായിട്ട് നാം ഏറ്റെടുക്കണം. മിഷൻ ജീവിതം നമ്മുടെ വലിയ ദൗത്യമായിട്ട് ഏറ്റെടുക്കുക. വിശുദ്ധ ഫ്രാൻസിസ് എങ്ങനെയാണ് ഒരു മിഷണറി ആയത്? അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഒരു നല്ലൊരു മിഷണറി ആകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതശൈലി നാം പിന്തുടരണം. എന്തായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് പിന്തുടർന്ന പ്രത്യേക ജീവിതശൈലി? അദ്ദേഹം 2 കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. നിരന്തരമായ പ്രാർത്ഥന. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിരന്തരമായി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ പ്രായശ്ചിത്ത പ്രവൃത്തികളും. ഏതൊരു വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും അനിവാര്യമായിട്ടുള്ള 2 പ്രാർത്ഥന, പ്രായശ്ചിത്തം. ഇത് 2 അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിയിരുന്നു. പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി തിരക്കിനിടയിലും, എത്ര വലിയ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിച്ചു. അദ്ദേഹം കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ചെയ്ത് സ്വയം ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്തുടർന്ന രീതി ഏതായിരുന്നു? ലൗകിക സംസ്കാരത്തോട് അദ്ദേഹം പൂർണ്ണമായി യാത്ര പറഞ്ഞിരുന്നു. ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ പക്കൽ എന്താണ് ഉണ്ടായിരുന്നത്? സുവിശേഷവും ധ്യാനിക്കുവാനുള്ളൊരു പുസ്തകവും.
2 പുസ്തകങ്ങളെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സുവിശേഷകർ പ്രഘോഷണത്തിന് പോകുമ്പോൾ നിങ്ങളൊന്നും സൂക്ഷിക്കരുത്. ഭാണ്ഡം, വസ്ത്രങ്ങൾ, പണം ഒന്നും നിങ്ങൾ സൂക്ഷിക്കരുത് എന്ന ഈശോയുടെ വാക്കുകൾ അദ്ദേഹം ജീവിതത്തിൽ അന്വർത്ഥമാക്കി. ഒന്നും തനിക്കായിട്ട് സൂക്ഷിച്ചില്ല. പാവപ്പെട്ടവരോടൊപ്പം ജീവിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്കായിട്ട് വസ്തുക്കൾ സമ്പാദിക്കുകയും സമാഹരിച്ച് വെക്കുന്നവർക്ക് നല്ലൊരു മിഷണറി ആകുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. നല്ല മിഷണറിമാർക്ക് ദൈവം എല്ലാം നൽകും. നാം വിശ്വാസത്താൽ തന്നെ, മാമോദീസായിൽ തന്നെ മിഷണറിമാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് കാണിച്ചു തന്ന ജീവിതശൈലി, ലളിതമായ ജീവിതശൈലി, അതിനുള്ള ഉത്തരവാദിത്വമില്ലേ? ഭൗതിക സംസ്കാരം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്നുള്ള ഈശോയുടെ വാക്കുകൾ വിശുദ്ധനെ സ്വാധീനിച്ചതുപോലെ എന്നെയും സ്വാധീനിക്കണ്ടേ? അദ്ദേഹം രോഗികളോടും പാവപ്പെട്ടവരോടും വിഷമിക്കുന്നവരോടും സ്നേഹത്തോടും കരുണാർദ്രമായ ഹൃദയത്തോടും കൂടി സമീപിച്ചിരുന്നു. നല്ല മിഷണറിമാർ എപ്പോഴും അങ്ങനെയാണ്. വിശുദ്ധ ഫ്രാൻസിസിനെ ലോകം മുഴുവൻ സ്വീകരിക്കുന്നതിന് കാരണവും അതുതന്നെ. അദ്ദേഹം പാവപ്പെട്ടവരോടുകൂടിയായിരുന്നു, വേദനിക്കുന്നവരോടുകൂടിയായിരുന്നു, ദുഃഖിക്കുന്നവരോടുകൂടിയായിരുന്നു. തനിക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള മേഖലകൾ ഇനിയും ധാരാളമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു, എപ്പോഴും അന്വേഷിച്ചിരുന്നു. ഏതൊരു വിശ്വാസിയുടെയും ഉത്തരവാദിത്വം, വലിയ കടമ അതാണ്. ഓരോ പ്രഭാതത്തിലും എനിക്കെന്താണ് പുതിയ മിഷൻ മേഖലയുള്ളതെന്ന് ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ കടമയുണ്ട്. അത് ദൈവം തുറന്നു നൽകും. ഇന്ത്യയിലെ സുവിശേഷ പ്രഘോഷണത്തിനേക്കാൾ കൂടുതൽ സാധ്യതകൾ ജപ്പാനിലുണ്ട്. ജപ്പാനിലുള്ളവർ സുവിശേഷം സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടേക്ക് പോകാൻ, ചൈനയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടേക്ക് മിഷണറിയായി പോകുവാൻ, തൻ്റെ ആരോഗ്യം, തൻ്റെ സുഖസൗകര്യങ്ങൾ, തൻ്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ഈശോയെ പ്രതി എല്ലാം ശൂന്യമായിട്ട് അദ്ദേഹം കണക്കാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഒരു നല്ല മിഷണറിയുടെ പ്രേക്ഷിത ചൈതന്യം, തീഷ്ണത ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിന് പ്രയോജനപ്പെടുത്തിയ മാർഗം ഏതായിരുന്നു? കുഞ്ഞുങ്ങളെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ആ കുഞ്ഞുങ്ങളോടുള്ള ആഴമായ സ്നേഹം അത് ഈശോയോടുള്ള സ്നേഹമായി തന്നെ കരുതി അവരിലൂടെ സുവിശേഷ പ്രഘോഷണത്തിന് സാധ്യതകൾ കണ്ടെത്തി. നമുക്കും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം. കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് മിഷണറിമാരാകുവാൻ സാധിക്കും. അവർ നമ്മുടെ വാക്കുകൾ കേൾക്കും, അവർ നമ്മെ സ്നേഹിക്കും. നമുക്ക് നല്ല മിഷണറിമാരായിത്തീരാം. വിശുദ്ധ ഫ്രാൻസിസിനെ 1622 ഗ്രിഗറി 15 മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം. ലോകത്തിലുള്ള എല്ലാ മിഷണറിമാരുടെയും മധ്യസ്ഥനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. ലോകം എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ, മിഷൻ പ്രവർത്തനം നടത്തുന്നുണ്ടോ, അവിടെ മിഷണറിയായിട്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേരും ഉണ്ടാവും. എത്ര വലിയ അത്ഭുതം! ഇവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായൊരു ഘടകമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം തനിക്ക് ആവശ്യമുള്ളവരെ പ്രയോജനപ്പെടുത്തും. വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിന് നടന്നുപോയ വഴികൾ, പ്രവർത്തിച്ച മേഖലകൾ, ജീവിതശൈലി പരിശോധിക്കൂ. ദൈവത്തിൻ്റെ വലിയ രഹസ്യങ്ങളുടെ കനൽ രേഖകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സുവർണ രേഖകൾ അവിടെ പതിഞ്ഞിട്ടുണ്ടെന്ന് കാണാം. അവിടുത്തെ വിരൽ സ്പർശം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലുണ്ട്. അതൊരു വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലല്ല, നമ്മുടെ ഓരോരുത്തരെയും. വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ നമുക്കും ജീവിതത്തിൽ ഓരോ നിമിഷവും നല്ല പ്രേക്ഷിതരാകാം, മിഷണറിമാരാകാം. മലമേൽ പണിതിരിക്കുന്ന പട്ടണം പോലെ, പീഠത്തിൽ തെളിച്ചു വെച്ച ദീപം പോലെ. വിശുദ്ധ ഫ്രാൻസിസിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ മാധ്യസ്ഥ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. നമുക്ക് നല്ല മിഷണറിമാരാകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ശാലോം പ്രേക്ഷകർക്കും എൻ്റെ പ്രാർത്ഥനകളും ആശംസകളും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.